വെൽക്കം ബാക്ക് ടു സെനി ടോക്സ്. ഞാൻ സെനി റമീത്തല്ലേ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക് ഓഫീസ് പോളിറ്റിക്സിനെ കുറിച്ചാണ്. നമ്മൾ ഒത്തിരി കടമ്പകൾ കടന്നിട്ടാവും നമ്മളൊരു ജോലി നേടിയെടുക്കുന്നത് അല്ലേ. ഒരു ജോലി നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫേസ് ചെയ്യേണ്ട വലിയൊരു പ്രോബ്ലമാണ് ഓഫീസ് പോളിറ്റിക്സ്. ചെറുതും വലുതുമായ ഒട്ടുമിക്ക കമ്പനികളിലും കണ്ടുവരുന്നതാണ് ഓഫീസ് പോളിറ്റിക്സ്. നമ്മൾ പുതുതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാനേജ്മെന്റ് എന്തായാലും നമ്മുടെ വർക്ക് മെഷർ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കൊളീഗും നമ്മുടെ പോസിറ്റീവും മൈനസും മെഷർ ചെയ്യുന്നുണ്ടാവും. ചെറുതും വലുതുമായ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോകുന്ന അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന തെറ്റുകളൊക്കെ നോട്ട് ചെയ്ത് മാനേജ്മെന്റിന്റെ മുന്നിലെത്തിച്ച് നമുക്ക് കിട്ടാനുള്ള ഒരു ജോബ് സ്ഥിരപ്പെടുത്തുന്നതാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ സാധ്യത, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മുന്നിൽ നമ്മളൊരു ഗുഡ് മാർക്ക് നേടിയെടുക്കുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത ചില കോളീഗുകൾ ഉണ്ടാവും അല്ലേ. അത് അവര് മറ്റുള്ളവരുടെ പിന്നാലെ നടന്ന് എന്ത് ഭാരം വയ്ക്കണം എന്ന് കരുതി നടക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും. പക്ഷെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. അത് വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഒട്ടുമിക്ക കമ്പനികളിലും നമുക്കൊരു പ്രൊമോഷൻ ടൈം ഉണ്ടാവും. ചില കമ്പനികളിൽ 3 months ആവും, ചില കമ്പനികളിൽ അതൊരു 6 months ആവും. അത് കമ്പനിയെ നമുക്ക് അറിയാനും കമ്പനിക്ക് നമ്മളെ വിലയിരുത്താനുമുള്ള ഒരു ടൈമാണ്. നമ്മുടെ കഴിവുകേടുകളും വിലയിരുത്തി ഫ്യൂച്ചറിൽ ഈ കമ്പനിയെ സ്ഥിരപ്പെടുത്തണോ ഇല്ലയോ എന്നറിയാവുന്ന ഒരു ടൈം. ഒട്ടുമിക്ക കമ്പനികളും ഈ 3 months 6 months പ്രൊമോഷൻ ടൈമിൽ നമ്മുടെ കഴിവുകൾ വിലയിരുത്തിയിട്ട് മാത്രമേ ജോബ് സ്ഥിരപ്പെടുത്തുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. ഒട്ടുമിക്ക കമ്പനികളിലും ഈ ഓഫീസ് പോളിറ്റിക്സ് കളിക്കുന്ന ആളുകൾ ഡയറക്റ്റ് മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ലൈൻ മാനേജർ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന മാനേജേഴ്സ് ആണ് ഈ പൊളിറ്റിക്സ് കളിക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രൊമോഷൻസോ അല്ലെങ്കിൽ ഒരു ഗുഡായിട്ടുള്ള ഒരു വർക്ക് റിപ്പോർട്ട് അവിടെ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് പക്ഷേ ഈ ഓഫീസ് പൊളിറ്റിക്സിനെ നമുക്ക് ഇല്ലാതാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ ഒരു ഓഫീസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസ് പൊളിറ്റിക്സിനെ കുറിച്ച് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അവിടെ ആരാണ് പൊളിറ്റിക്സ് കളിക്കുന്നതെന്ന് അറിഞ്ഞു വെക്കുന്നതും അവരോട് പെരുമാറുന്ന രീതിയും നോക്കണം. അവരുടെ ഈ ഓഫീസ് പൊളിറ്റിക്സിന്റെ ഭാഗമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ നിഷ്പക്ഷമായ നിലപാട് എടുക്കുക, ആരുടെയും ഭാഗം ചേരാതെ നമ്മൾ നമ്മുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജോലി വളരെ നന്നായി മാന്യമായി ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയായാലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായും സംഭവിക്കും. അപ്പോൾ ആ ഒരു തെറ്റ് കണ്ടുപിടിച്ച് അതൊരു വലിയ സംഭവമാക്കി മാനേജ്മെന്റിന്റെ മുന്നിൽ അവതരിപ്പിച്ച് നിങ്ങളുടെ ജോലി തെറിപ്പിക്കുക എന്നുള്ളതാവും ഈ പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകളുടെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് നമ്മുടെ വർക്കിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കൊളീഗ് നമുക്ക് വാക്കാലാണ് ഒരു നിർദ്ദേശം നൽകുന്നതെങ്കിൽ അത് ഫോളോ അപ്പ് മെസ്സേജ് ആയിട്ടോ മെയിലായിട്ടോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്, ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒട്ടുമിക്ക കമ്പനികളും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു വർക്ക് തരികയാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം, ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. അല്ലെങ്കിൽ മെയിലായിട്ട് CC വെച്ചിട്ട് നമ്മുടെ മാനേജ്മെന്റിനെ അറിയിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും വർക്ക് ഡിലേ ആവുകയാണെങ്കിൽ ആ ഡിലേ ആവുന്ന റീസൺ അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, അപ്പോൾ തന്നെ മാനേജേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്താൽ, മെയില് മെസ്സേജസ് അങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെയിം ഗെയിംസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ
മറ്റൊരു കൊളീഗ് അത് ഇന്ന ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ബ്ലെയിമിങ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് തടയാൻ ഏറ്റവും നല്ലത് നമ്മൾ എല്ലാം ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ മെയിലോ മെസ്സേജസോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് തെളിവാണല്ലോ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ. കാരണം നിങ്ങൾ ഈ പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകൾ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ, ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ചില മാനേജേഴ്സ് നിങ്ങളുടെ ഭാഗം ശരിയാണോ എന്നൊന്നും നോക്കാൻ മെനക്കെടാറില്ല. കാരണം അവർക്ക് എല്ലാവരേക്കാളും വിശ്വാസം ഈ പറയുന്ന ആളെ ആണെങ്കിൽ തീർച്ചയായും അവരത് ഒരു ചോദ്യമോ പറച്ചിലോ ഇല്ലാതെ ഒരു സ്ട്രിക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ ചില മാനേജ്മെന്റ് തയ്യാറാവാറുണ്ട്. ഒട്ടുമിക്ക മാനേജ്മെന്റും ഒരു കാര്യം നമ്മുടെ മുന്നിൽ ഒരു റൂമർ എത്തിക്കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താറുണ്ട്. അത് ആളുടെ ഭാഗത്ത് തെറ്റുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വർക്ക് ചെയ്തില്ല, എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്താറുണ്ട്. അപ്പോൾ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മളടുത്ത് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് തെളിയിക്കാൻ പറ്റും. അതല്ലാത്ത പക്ഷം വാക്കാൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് അടുത്ത നിമിഷം അത് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല, ഞാൻ അറിയില്ല എന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു ഒഴിയാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, അത് നിങ്ങളുടെ വർക്ക് പ്ലേസ് ആണ്, ഒരിക്കലും നിങ്ങളുടെ ഫാമിലിയോ മറ്റും ഒന്നുമല്ല. അവിടെ ഓരോരുത്തർക്കും അവരവരുടെ നിലനിൽപ്പാണ് പ്രധാനം. കമ്പനിക്കുള്ളിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ആ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാവണം. നമുക്കൊരു എത്തിക്സ് ഉണ്ടാവണം, ഒരു വർക്ക് എത്തിക്സ് ഉണ്ടാവണം. ആ വർക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ വർക്കിനോടായിരിക്കണം കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓഫീസ് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ. കാരണം നാളെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആയിരുന്നു എന്ന് കാണിക്കാനുള്ള തെളിവുകൾ, ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കൊളീഗ് തമ്മിൽ നല്ല സൗഹൃദത്തിലായിരിക്കും, ചിലപ്പം ഭയങ്കര സഹോദരന്മാരെ പോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ വിശ്വാസമാണ്, മറ്റാരേക്കാൾ കൂടുതൽ വിശ്വാസം. അപ്പോൾ അവർ പറഞ്ഞതല്ലേ അത് ചെയ്യാം, അല്ലെങ്കിൽ നാളെ എനിക്ക് അവരത് തിരുത്തി പറയില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നാളെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ മാനേജിന്റെ മുന്നിൽ അവരുടെ ജോലി സംരക്ഷിക്കാനും അവർ സേഫ് ആകാനുമാണ് നോക്കുക. അതുകൊണ്ട് എവരിത്തിങ് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ അവർ വർക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവര് തമ്മിൽ കമ്പനിയിൽ എന്തൊക്കെ ഗോസിപ്പ് നടക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും നമ്മൾ പാട്ടാവാതിരിക്കുക എന്നുള്ളതാണ്. ഗോസിപ്പ് ആരുടെയും പക്ഷം ചേർന്ന് ഒരു ഗോസിപ്പിനും ആളുകൾ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ നമ്മളതായിട്ടുള്ള ഒരഭിപ്രായം പറയാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ മാനേജേഴ്സിനെ കുറിച്ചോ കൊളീഗ്സിനെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ മറ്റാരോടും ഒരു കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. കൊളീഗ്സിനോടോ അവിടെയുള്ള ആരോടും ഒരു കുറ്റവും മറ്റുള്ള ആളുകളെ കുറിച്ച്, പ്രത്യേകിച്ച് ബോസിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ റൂളിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആരോടും ഒരു കുറ്റവും നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ മെയിനായിട്ട് അവരവരുടെ വർക്കിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, ജോബിലും പോവുക, തിരിച്ചു വരിക, ആ വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റം നമ്മൾ പറയുകയാണെങ്കിലും അത് നമുക്കെതിരായിട്ട് അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പല സാഹചര്യങ്ങളിലും നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റമോ അല്ലെങ്കിൽ എന്തൊരു മൈനസോ ചൂണ്ടിക്കാണിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നാളെ അത് നമുക്കെതിരെ പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, വ്യക്തമായ ഒരു അതിർവരമ്പ് നിശ്ചയിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നല്ല ബിസി ഷെഡ്യൂളിൽ പോവുകയാണെങ്കിൽ, മറ്റൊരാൾ എന്തെങ്കിലും ഒരു വർക്ക് നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ സമയമില്ല എന്ന കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസി ഷെഡ്യൂള് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഒത്തിരി ബിസിയാണ്, അപ്പം മറ്റൊരാൾ ചെയ്യുന്ന വർക്കും കൂടെ നിങ്ങൾ ഏറ്റെടുത്ത് ഈ വർക്കും ആ വർക്കും രണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൂട്ടിക്കുഴച്ച് ഇഷ്യൂ ആവുന്നതിന് പകരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ വർക്കിന്റെ ക്രെഡിറ്റ്
മറ്റൊരാള് തട്ടിയെടുക്കാനോ മറ്റൊരാളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് നിങ്ങളെ ഉപയോഗപ്പെടുത്താനോ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക കമ്പനികളിലും കാണുന്ന ഓവർ സ്മാർട്ടായ ആളുകൾ ചെയ്യുന്ന പണിയാണ് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ കൊണ്ട് നൈസായിട്ട് ചെയ്യിച്ചിട്ട് അവര് സ്മൂത്തായിട്ട് പോവുക. ഒന്നും മിണ്ടാതെ പാവമായി നിൽക്കുന്ന ആളുകളുടെ തലയിലേക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും പോയിട്ടിട്ട് അവർക്ക് കൂടുതൽ സ്ട്രഗിൾ കൊടുക്കുക എന്നുള്ളത്. എന്ത് ചെയ്യാം, നമ്മുടെ വർക്കിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കാൻ, മറ്റൊരാൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാനോ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് നമ്മുടെ മാനേജേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വർക്കിൽ നമ്മൾ നേരിടുന്ന ചലഞ്ചസ് ആയാലും സക്സസ് ആയാലും എന്തൊക്കെ നമ്മുടെ വർക്കിൽ ഡേ ടു ഡേ വർക്ക് ലൈഫിൽ ഉണ്ടാവുന്ന അതൊക്കെ അതാത് സമയങ്ങളിൽ മാനേജേഴ്സിനെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാവുമ്പോൾ പിന്നീട് ഒരു തെറ്റിദ്ധാരണയോ പ്രോബ്ലമോ വരാനില്ല. അതായത് നമ്മളുടെ ഡയറക്റ്റ് മാനേജേഴ്സിനെ അറിയിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ മാനേജ്മെന്റുമായി നിരന്തരമായ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക, കാര്യങ്ങൾ മാന്യമായി പ്രോപ്പറായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഓഫീസ് പൊളിറ്റിക്സ് കളിക്കുന്ന ആള് നമ്മുടെ ഡയറക്റ്റ് മാനേജേഴ്സോ ലൈൻ മാനേജേഴ്സോ അല്ലെങ്കിൽ മാനേജ്മെന്റിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണോ എങ്കിൽ നമ്മൾ അവരൊരു നോട്ടപ്പുള്ളിയായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസോ നമ്മുടെ കഴിവുകളോ അവർക്ക് ഇവനെ വളരാൻ അനുവദിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന മാനേജർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവില് അല്ലെങ്കിൽ നിങ്ങളെ ടാലന്റിനെ പേടിക്കുന്ന മാനേജർ ആണെങ്കിൽ തീർച്ചയായും പ്രോപ്പറായിട്ട് അവർ മാനേജ്മെന്റിന്റെ മുന്നിൽ നിങ്ങളെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ സാധ്യത കുറവാണ്. പൊളിറ്റിക്സ് കളിക്കുന്ന മാനേജേഴ്സ് ആണെങ്കിൽ അവരെ മാക്സിമം നമ്മളെ ഇടിച്ചു താത്താനും നമ്മുടെ പെർഫോമൻസ് കുറച്ച് കാണിക്കാനുമാണ് ശ്രമിക്കുക സാധാരണയായിട്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എലിജിബിളായ പല പ്രൊമോഷൻസും നമുക്ക് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എലിജിബിളായ പല കാര്യങ്ങളും നമുക്ക് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ മാനേജ്മെന്റിന് അത് മോശമായ രീതിയിൽ നമ്മളെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് മാനേജ്മെന്റ് തരാൻ ഉദ്ദേശിക്കുന്ന എന്ത് ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്ന ഒരു ലൈൻ മാനേജറോ ഡയറക്റ്റ് മാനേജേഴ്സോ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ആ കമ്പനിയിൽ കൂടുതൽ കാലം കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ മറ്റൊരു ജോബിന് ട്രൈ ചെയ്ത് ബെറ്റർ ആയിട്ടുള്ള മറ്റൊരു ജോബ് കണ്ടെത്തി മാറുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ടാലന്റിനെ മറ്റൊരാൾക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇല്ലാതാക്കാൻ പറ്റും, അത് ആ കമ്പനിയിൽ മാത്രം. പക്ഷെ നിങ്ങളുടെ ആ സമയത്ത് നിങ്ങൾ അവരോട് പ്രതികരിക്കാനോ അവരൊരു മോശമായിട്ട് കാണാനോ അല്ലെങ്കിൽ അവരോട് ചോദ്യം ചെയ്യാനോ ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ ടാലന്റിനെ ഉരച്ച് മിനുക്കി ഇതാക്കി എടുക്കുക എന്നല്ലാതെ നിങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളെ ടാലന്റ് വർദ്ധിപ്പിക്കാൻ വേണം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ്സും ഇല്ല, നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും ഇല്ല എങ്കിലും നിങ്ങളുടെ ടാലന്റ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിൽ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എലിജിബിളായ ആനുകൂല്യങ്ങളും എലിജിബിളായ പൊസിഷനും കിട്ടി മറ്റൊരു കമ്പനിയിൽ നിങ്ങൾക്ക് തീർച്ചയായും ജോബ് കിട്ടും. അപ്പോൾ അത്തരം ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഓവറായിട്ട് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു മാനേജർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ മനസ്സിലേക്ക് എടുത്ത് ഭയങ്കര ടെൻഷനായി പ്രഷറായിട്ടൊന്നും ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. അത് ഒട്ടുമിക്ക കമ്പനികളിലും കാണുന്നതാണ്. ടാലന്റ് ആയ ആളുകളെ ചില ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്. അവർക്ക് ചില മാനേജേഴ്സിന് വേണ്ടത് അവർ പറയുന്നിടത്ത് നിൽക്കുന്ന ബഫൂണായ ആളുകളെ മാത്രം, നമ്മൾ ചെയ്യുന്ന പണി അത് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസ് കൂടുതൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ഈഗോ ഉള്ള മാനേജേഴ്സിനെ പല കമ്പനികളിലും കാണാറുണ്ട്. അവർക്ക് പ്രധാനമായിട്ടും ഒരു ബഫൂൺ സ്റ്റാഫിനെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ അവരത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ അവർ പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന സ്റ്റാഫിനെ ടാലന്റ് ഇല്ലെങ്കിലും അവർ ഉയർത്തി കൊണ്ടുവരാനും ശ്രമിക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അത് അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ ടെൻഷൻ അടിക്കാനോ
പിറ്റേന്ന് തന്നെ ജോബ് റിസൈൻ ചെയ്യാനൊന്നും മെനക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇതിൻ്റെ ഓഫീസ് പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ടാലൻറ്റ് വർദ്ധിപ്പിക്കുക. നിങ്ങൾ ടാലൻറ്റിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റികൾ തീർച്ചയായും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. അപ്പോൾ ഓഫീസ് പൊളിറ്റിക്സിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ വർക്ക് എത്തിക്സ് മുറുകെ പിടിക്കുക, വർക്കിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ വർക്ക് എത്രത്തോളം ഭംഗിയായി ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ്.